ഹലോ, ഞാൻ ശക്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ആ മറ്റേ ഒരു റൗണ്ട് പോലത്തെ സിഗ്നൽ ഉണ്ടല്ലോ അവിടെ. പോലീസുകാരന്റെ ഫ്രണ്ടിൽ തന്നെയാണ് റൗണ്ട്. ഞാൻ കണ്ടു. ഞാൻ ചേട്ടൻ കണ്ട്. ഫ്രണ്ടിലൊരു KSRTC നിർത്തിയുണ്ടോ? ആ KSRTC നേരെ മുന്നിലുണ്ട്. മുന്നിലൊരു വണ്ടി. അഡ്ജസ്റ്റ് ചെയ്യണം? കുഴപ്പമില്ലല്ലോ. അത് കുഴപ്പമില്ല. എപ്പോഴാ ഇറങ്ങി? അവിടെ നിന്ന് ഒരു 7 മണി 7:15 ഇറങ്ങി. നമുക്കിപ്പോ നേരെ പോണ വഴിക്ക് 2 പിക്ക് ചെയ്തിട്ട്. വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു BMW ഒന്ന് കയറണം. അതെന്തായാലും നടന്നു. ചേട്ടൻ എന്തായാലും നല്ലൊരു ഇതിൽ തന്നെ കേറി. അങ്കമാലിയിൽ നിന്ന് 2 പേരുണ്ട്. ഒരു പാട്ട് പാടുന്ന പുള്ളിക്കാരുണ്ട്. അപ്പൊ പുള്ളിക്കാരനെ പിക്ക് ചെയ്തിട്ട് അവിടുന്ന് അങ്ങനെ നേരെ ബൈസൺ വാലി പോകും. ചേട്ടൻ ഫുഡ് കഴിച്ചായിരുന്നോ? ഫുഡ് എന്തെങ്കിലും പോണ വഴിക്ക് ലേറ്റ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം. നമുക്ക് കഴിക്കാം. ഞാൻ കഴിച്ചായിരുന്നു. അപ്പൊ ചേട്ടൻ എവിടെയും കഴിക്കാം. നമുക്ക് ഒന്നും കഴിച്ചില്ലല്ലോ. അതാണ് നമ്മൊരു കാര്യത്തിന് എത്രയും ആഗ്രഹിച്ചാൽ ദൈവം അത് എന്ത് ആഗ്രഹമാണെന്ന് നമുക്ക് സാധിച്ചു തരും. ചേട്ടന് ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒക്കെ എത്രയും പെട്ടെന്ന് സെറ്റ് ആവട്ടെ. ചേട്ടന് സീറ്റ് ബെൽറ്റ് ഇടുന്നതിന് കുഴപ്പമുണ്ടോ? അയ്യോ, ഞാൻ അങ്ങനെ ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അവരെ ടീമുള്ളവരെല്ലാവരും എത്തിയിട്ടുണ്ട്. അവരൊക്കെ അവിടെ ഇന്നലെ തന്നെ എത്തി അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇവിടെ ടോട്ടൽ ഇപ്പൊ കാറിൽ 4 പേരുണ്ടാവും. ചേട്ടനെ കൂട്ടിയിട്ട് 2 ഒരു പാട്ട് പാടുന്ന 2 പേരുണ്ട്. അപ്പൊ അവരും ഉണ്ടാവും, നമ്മളുണ്ടാവും. നമ്മളങ്ങനെ നേരെ അവിടെ പോകുന്നത്. അവിടുന്ന് അങ്ങനെ മറ്റേ ഓഫ് റോഡ് ജീപ്പില് പോകുന്നുണ്ടാവും. അപ്പൊ എന്തായാലും അതുവരെ ഏകദേശം ഒരു 3-6 വരെ നമ്മള് ഈ കാറിൽ തന്നെ ആയിരിക്കും. ഹായ്, ഞാൻ ഉണ്ണിക്കണ്ണൻ മംഗളം. ഇതാ മൂന്നാറിലേക്ക് പോവാണ്. ട്രെക്വാന ടൂറിസ്റ്റിന്റെ ഇതിലാണ്. അപ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വരും. എൻജോയ് ചെയ്തിരിക്കുക. ടെൻഷൻ വന്നാൽ ടെൻഷൻ വിട്ടുകളെ. അതിങ്ങനെ തലയിൽ വെച്ച് വിജയണ്ണം പറയുന്ന പോലെ കിരിയെടുത്ത് കെവള വേണേയും കാനൂർക്കളാണ് அந்த കണം തലയ്ക്ക് ഇരിക്കക്കൂടാതെന്ന് പറയില്ലേ, അതേമാതിരി എന്ത് ടെൻഷൻ വന്നാലും എൻജോയ് ചെയ്ത് സങ്കടപ്പെട്ട കുറച്ച് കരയുക. ആ കരഞ്ഞു കഴിഞ്ഞു ലേശം, പിന്നെ അത് വിട്ടുകളയുക. പിന്നെ നമ്മൾ നാളെ എന്ത് ചെയ്യണം, മറ്റന്നാൾ എന്ത് ചെയ്യണം പറഞ്ഞൊരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തീവ്രമായൊരു വാശി, ഒരു ആഗ്രഹം, അത് തീ പോലെ മനസ്സിൽ എല്ലാം ഉണ്ടായി. നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കി. ഈ വെറും ഒരു 4ാം ക്ലാസ്സുകാരൻ ഇവിടം വരെ നിങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ, എൻ്റെ മൻസൂർ, പിന്നെ നമ്മുടെ വിജയണ്ണൻ. അപ്പോൾ എന്ത് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും തകർന്നു പോകരുത് മക്കളെ. പിന്നെ വിജയണ്ണൻ പറയുന്ന പോലെ നിങ്ങൾ പോറ വിളി കറക്റ്റ് തന്നെ, എതിർക്കരുതില്ലേ. അപ്പോൾ നിങ്ങൾ പോറ വിളി കറക്റ്റ് തന്നെ. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യം ഇറങ്ങിത്തിരിക്കുമ്പോൾ കുറ്റം പറയലും അവഗണനകളും കഷ്ടപ്പാടും വേദനകളും ആയിരിക്കും. പിന്നെ അങ്ങോട്ട് നമുക്കൊരു പുഞ്ചിരി തരും. അപ്പോൾ സങ്കടപ്പെടാതിരിക്കുക. ഉണ്ണിക്കണ്ണൻ മംഗളം ഇതാ ഉണ്ണിൻ്റെ കൂടെ. അന്നിപ്പോ കുറെ പേര് അങ്ങനെ കളിയാക്കിയിട്ട് അങ്ങനെ നമ്മൾ നിർത്തി പോവാണെങ്കിൽ ഇപ്പൊ ഈ നിൽക്കുന്ന ഇതിൽ സ്റ്റേജിലോ അല്ലെങ്കിൽ നമുക്ക് ഇത്രയും പേര് അറിയാനൊന്നും പറ്റില്ല. അപ്പൊ അതെല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടാണ്. ഇപ്പൊ ഞാനിപ്പോ ചേട്ടനെ കണ്ടുമുട്ടിയതും ഈ ഒരു ട്രിപ്പ് പോകുന്നതും എല്ലാം ചേട്ടൻ്റെതായ രീതിയിൽ എല്ലാ ഹെയ്റ്റും എല്ലാ സംഭവം കളിയാക്കലും എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇത്രയും ചേട്ടൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇനിയും നല്ല രീതിയിൽ തന്നെ ഇനിയും മുന്നോട്ട് തന്നെ പോട്ടെ. ചേട്ടൻ്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം. നാളെ എന്നെ കൊണ്ട് ഒരാൾ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോകുമ്പോൾ എന്നെ മുഖത്ത് നോക്കിയിട്ട് രക്ഷപ്പെടണ ഈ പണിയെടുക്കണം. എന്തെങ്കിലും പ്രശ്നം വന്നാൽ സങ്കടപ്പെടരുത്, പുഞ്ചിരിയായിരിക്കുക. അപ്പോൾ ഉണ്ണിക്കണ്ണൻ മംഗളാമിനെ ആലോചിക്കുക. ഇതേപോലെ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു BMW ബെൻസി കയറുന്നത് അതിപ്പോൾ നടന്നു. അതിപ്പോൾ ഉണ്ണിൻ്റെ കൂടെയാണ്. അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിരിക്കുക. ഉണ്ണിക്കണ്ണൻ മംഗളം ഉമ്മ. ചേട്ടന് തൃശ്ശൂരും ഇങ്ങോട്ടൊക്കെ വരാറുണ്ടോ? ഞാനിവിടെ നേരത്തെ പാങ്ങ് പവർട്ടിയിലായിരുന്നു അവർക്ക്. ഗുരുവായൂരടുത്ത് സിനിമ മോഹം ആഗ്രഹമായിട്ട് നമ്മൾ അവിടെ നിന്ന് വിട്ട്, പിന്നെ ഇതിന്റെ സിനിമന്റെ പുറകെ മാത്രമായി പിന്നെ ശ്രദ്ധ. അതിന് പുറകെ ഇങ്ങനെ കുറെ ഇങ്ങനെ ഓടി നടക്കേണ്ടി വരില്ലേ? ഓടി നടക്കണം. ലാസ്റ്റ് എവിടെ പോയിരുന്നില്ല? ചെന്നൈയില്. ഞാൻ ചേട്ടനെ ഫോളോ ചെയ്തില്ല, പക്ഷെ ഇങ്ങനെ റീൽസിലും ഇതൊക്കെ ഇങ്ങനെ കുറെ കണ്ട് ഇങ്ങനെ ഇതുണ്ട്, ഇങ്ങനെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു.
അപ്പൊ കണ്ടുമ്പോ ഇങ്ങനെ പാവം തോന്നും, എങ്ങനെയും എന്തെങ്കിലുമൊക്കെ സെറ്റ് ആവട്ടെ എന്നുള്ള നമുക്ക് തന്നെ കാണുമ്പോൾ ആഗ്രഹം തോന്നുന്നു, ചെന്ന് ചേട്ടൻ്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു തന്നിരുന്നെങ്കിൽ എന്നുള്ളത്. എന്നെ കറക്റ്റ് കാണേണ്ട ഒരു വിജയണ്ണന്റെ കൂടെയുള്ള ഒരു അത്ര അടുത്തുള്ളവരെ കണ്ട് പാലക്കാട്ടിലെ മെയിൻ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ 1-2 ആൾക്കാർ എന്റെ വീഡിയോ ഒക്കെ എടുത്ത് വിജയണ്ണനെ കാണിച്ചു തരാം. ജൂലൈ 3 വന്നപ്പോൾ കാണിച്ചു, എന്റെ വീഡിയോ ഒക്കെ എടുത്തു. കാണിച്ചെടുത്തോ? അവരവിടെ വിജയണ്ണനെ സംസാരിക്കുന്നതും കൈ കൊടുക്കുന്നതും ഒക്കെ നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. നമുക്ക് സമയമായിട്ടില്ല, സമയമായിട്ടവർ ദൈവം ഒന്നും തട്ടി മാറ്റിക്കൊണ്ടിരിക്കണേ. പെട്ടെന്ന് തന്നു കഴിഞ്ഞാൽ അതിനൊരു സുഖം ഉണ്ടാവില്ലല്ലോ. കഷ്ടപ്പെടുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും. വന്ന വഴി നമ്മൾ എന്നും അത് മനസ്സിൽ ഇങ്ങനെ ഓർത്ത് വരിക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവും. ഇനിയിപ്പോ അടുത്ത പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അടുത്ത പ്ലാന് ഡിസംബർ 15-20 ഒരു കാൽനട യാത്ര ചെന്നൈയിലേക്ക്. കാൽനട യാത്ര? അയ്യോ, ചെന്നൈ വരെ? ചെന്നൈ വരെ. എപ്പോ വിജയണ്ണൻ വിളിക്കണോ അതുവരെ എന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. ചെന്നൈ വരെ നടക്കാന്ന് പറഞ്ഞാൽ അത് റിസ്ക് ആണ്. പക്ഷെ എന്നെ സഹായിക്കാൻ ഇപ്പൊ ആരുമില്ല. ഇനി മഴവല്ലിക്ക് കൂടെ വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 13-14 ഒരു പടത്തിന്റെ ഇതായിട്ട് അത് മാറി. പിന്നെ 20-24 ആക്കി രമേശേട്ടൻ വന്നിട്ട് വന്നാൽ മതി പ്രൊഡ്യൂസർ പറഞ്ഞു. അപ്പോഴേക്ക് എന്റെ അമ്മാമ്മ മരിച്ചുപോയി. അപ്പൊ അമ്മനെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഡിസംബറിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പൊ അവര് പോണതിന്റെ 15-20 ഉള്ളിൽ വെളി വന്നില്ലെങ്കിൽ നാളെ ഒരു 6-7 ദിവസം മുന്നേ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞപ്പോ ഡിസംബറിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഇതായില്ലെങ്കിൽ ബാക്കി എല്ലാ വർക്കും ക്യാൻസൽ ആക്കിയിട്ട് പോകും. അതാണ് എന്റെ മുന്നിൽ ഇനി ഒരു വഴിയുള്ളൂ. പക്ഷെ ഇത്രത്തോളം നമ്മൾ ഇവിടം വരെ എത്തിയിട്ടും നമുക്ക് കാണാനുള്ള ഒരു കറേജ് സംഭവിച്ചു കൊടുക്കണം. ഇത്രയും ഇതായിട്ടും ഒരുപാട് കളിയാക്കുന്നൊക്കെ ഉണ്ടാവും. ഒരുപാട് സംഭവങ്ങൾ ഇതേപോലെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ആണെങ്കിലും എല്ലാത്തിലും കുറെ കളിയാക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അതൊന്നും തളരാണ്ട് ഇപ്പോഴും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോരാടി നിൽക്കുന്നതിനെ അന്ന് കളിയാക്കിയവരിനെ കൊണ്ടും ഇന്ന് അതിനെ പറഞ്ഞവരെന്നെ തിരുത്തി പറഞ്ഞൊരു സമയമാണ്. നീ എന്ത് വീടിട്ടാലും എൻ്റെ വരുന്നു തെറിയാണ് പറഞ്ഞ എന്നെ കളിയാക്കി പരിഹസിച്ച ഒരാളുണ്ട്. ഇന്ന് ചായക്കടലിന്റെ അവിടെ ഞങ്ങളുടെ ബസ് കയറാൻ വരുമ്പോ എല്ലാവരും എവിടേക്കാണ് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മൂന്നാറിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോണ ഓരോ കാര്യം ആളുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ ആളവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ആരെന്ത് പറഞ്ഞാലും തിരിച്ചു മറുപടി പറയാതെ അത് നമ്മളെ സൈലന്റ് ആയി കേട്ടിരുന്ന എന്നാലേ ദൈവം നമുക്ക് നാളെ നമുക്ക് ആ ഒരു ഇത് തരും. ഞാനൊരു യൂട്യൂബറാണ്, ഗെയിമറാണ്. അപ്പോൾ ഇപ്പൊ നമുക്കാണല്ലോ ഒരു ഡൗൺ ടൈം ആണല്ലോ ഓരോരുത്തർ ഇങ്ങനെ കളിയാക്കും, അയ്യ അതില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തിരിച്ചിപ്പോ അതിന് തെറിവിളിക്കാനോ തിരിച്ചു പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം പോവാന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിന് പകരം നമ്മളത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അത് ഇന്ന് ശരിയായില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശരിയാവും. എന്തിനു വേണ്ടി ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചു അത് ആദ്യം തെറിയും മോശമായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് തിരിച്ചൊരു സന്തോഷം കിട്ടുന്നത്. സന്തോഷം പറഞ്ഞ് നമ്മള് ജനങ്ങൾ വെളിയിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങണേ നമ്മൾ ആ രീതിയിൽ ചെയ്യണം. അങ്ങനെ ഒരു തന്നെ കേട്ടാ. കാരണം എനിക്കൊന്ന് ഞാനും കണ്ടു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇങ്ങനെ കുറെ ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ വീഡിയോസ് കാണുമ്പോൾ കുറെ തെറിവിളിയും കാര്യങ്ങളൊക്കെ. എനിക്കൊന്ന് അതിന് ശേഷം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ലേ, ആ ഇന്റർവ്യൂ വന്നതിന് ശേഷം കുറെ പേർക്ക് ആ ഒരു ഇത് മാറി ഇഷ്ടം വന്നിട്ടുണ്ട്. കാരണം കുറെ പേര് ഇതെന്ത് പരിപാടി അതൊക്കെ നോക്കുന്നത് അത് ചുമ്മാ അല്ല, ഒരു എയിം വെച്ചിട്ടാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഇന്റർവ്യൂ എനിക്കൊന്ന് നല്ല ഇതാക്കി ഞാൻ കണ്ടിരുന്ന ഇന്റർവ്യൂ. പിന്നെ വീട്ടിൽ 3-4 ഇന്റർവ്യൂ ചെയ്തു. അപ്പോഴും പുലിക്കളി കഴിഞ്ഞോടെയാണ് ഉണ്ണിക്കണ്ണൻ പണിക്ക് പോവോ എന്താന്ന് ആൾക്കാർക്ക് മനസ്സിലായത്. അതിലങ്ങനെ ഒരു വീഡിയോ ഒരു 10-20 ദിവസം കൊണ്ട് 1 കോടി ആൾക്കാരോളം കണ്ടു. അപ്പൊ അത് 1 കോടി 3 ലക്ഷം പേര് ഇപ്പൊ കണ്ടിട്ട് ഇതാണ്ട് പുലിക്കളി മാത്രം. പിന്നെ തൃശ്ശൂർ റൗണ്ടിൽ പുലിക്കളിക്ക് പോയപ്പോ ആ റൗണ്ട് മൊത്തം ഞാൻ തന്നെ പൊക്കല്ല, ആ റൗണ്ടില് മൊത്തം ഉണ്ണിക്കണ്ണാന്നൊരു വിളി മാത്രമേ ഉള്ളൂ. ഇതൊന്നും ഞാൻ വിചാരിച്ചതല്ല. ഇതെല്ലാം ഈ സോഷ്യൽ മീഡിയ വഴി തന്നെ കിട്ടിയുള്ളത്. അത് ശരിയാണ്. അപ്പൊ നമുക്കിപ്പോ ഈ ഒന്നുമില്ലാത്തൊരു ടൈമിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടെങ്കിലും ആൾക്കാരെ അറിയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ. വേറെ ആർക്കും വരുന്നത് വേറെ എനിക്കൊന്നും DJ പാർട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സോങ്ങിന്റെ ഇതൊക്കെ അധികം എനിക്കൊന്നും ബാക്കിയുള്ള അത്ര പോപ്പുലർ അല്ലാത്ത ആൾക്കാർ, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർ തന്നെയാണ് കുറെ പേര് എന്നുള്ളത്. പിന്നെ ഇവന് വരുന്നുണ്ട്, മറ്റേ ഈഗിളിനറിയോ, ഈഗിൾ ഗെയിമിംഗ് പറഞ്ഞിട്ട് എനിക്കൊന്ന് യൂട്യൂബറാണ്, ഗെയിമറാണ്. അപ്പൊ ഞാനും അവനൊക്കെ ഒരേ ഫീൽഡിലുള്ളവരാ. അപ്പൊ അവനും വരുന്നുണ്ട്. എനിക്കൊരു 3-4 നല്ല വീഡിയോ എടുത്ത് തരണം. ഞാൻ എടുത്തരാം. അവിടെ അടിപൊളി സ്പോട്ടുകളുണ്ട്, വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ടുകളുണ്ട്. ഞാൻ BMW കയറി തന്നെ സന്തോഷം പറഞ്ഞിരിക്കുകയാണ്. ചേട്ടൻ BMW ആഗ്രഹം എനിക്ക് അറിയണ്ടതില്ല. ഞാനും ഇതേപോലെ ഇങ്ങനെ കുറെ ആഗ്രഹിച്ചെടുത്താണ്. ഞാൻ യൂട്യൂബ് വഴി എടുത്താണ്. എൻ്റെ ആദ്യം പെൻസ് ആയിരുന്നു. അപ്പൊ അതും അങ്ങനെ യൂട്യൂബ് വഴി എടുത്ത് പിന്നെ അത് കൊടുത്ത് അങ്ങനെ ആ കൊടുത്ത പൈസക്ക് അങ്ങനെ എടുത്താണ് ഈ വണ്ടി. നമ്മളിങ്ങനെ ചെറുപ്പത്തില് ഇങ്ങനെ വലിയ ആഗ്രഹം അങ്ങനത്തെ വണ്ടിയിലൊക്കെ കയറണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് ഇങ്ങനെ നമ്മുടെ സ്വന്തം പൈസക്ക് യൂട്യൂബ് വഴി അങ്ങനെ എടുത്തതാണ് ഈ സംഭവം. ഞാൻ കുറെ പേരുടെ കൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കാർ കയറാനോ? അപ്പൊ അത് കാറിൽ പുറത്തുനിന്ന് എടുത്തെന്നൊക്കെ പറഞ്ഞത് അങ്ങനെ കുറെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മള് ഇങ്ങനെ ബാക്കി ഇന്നലെ നാളെ നടക്കും പറഞ്ഞ അങ്ങനെ ഒരു ഭയങ്കര ഒരു തന്നെ.
ഇനിയിപ്പോ എനിക്ക് സിക്സ് പാക്ക് ആക്കി BMW തരാൻ പറഞ്ഞു. ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. എന്താ കാരണം അറിയോ? സിക്സ് പാക്ക് ആക്കി എനിക്ക് പുലിക്കളിക്ക് പോകാൻ പറ്റില്ല, പിന്നെ എനിക്ക് സിനിമ കിട്ടില്ല. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഞാൻ അത് ചെയ്യല്ല. ഇപ്പൊ പുലിക്കളി ഭയങ്കര പുലിക്കളി താല്പര്യമാണ്. പിന്നെ എന്താണ്, നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്ത് അതൊക്കെ ദൈവം തരും. പക്ഷെ ഇപ്പൊ ഒരു ഐഫോണാണ് 40 കിലോ കുറച്ച 1 ലക്ഷം, 20 കിലോ കുറച്ച് 50,000. ഇപ്പൊ ഐഫോണാണ്. ഐഫോൺ വാങ്ങിയെടുക്കാൻ എന്നെ പോലെ ഒരു സാധാ ഐഫോൺ ഇതല്ലല്ല. അതും കൂടെ കഴിഞ്ഞാൽ ഒരു 90-95 നിർത്തും. പിന്നെ എന്ത് കഴിക്കുകയാണെങ്കിലും ഒക്കെ ലിമിറ്റ് കഴിക്കും. മമ്മൂക്കനെ പോലെ എല്ലാം കഴിക്കും. മറ്റേ ഒരു ജിമ്മിന്റെ വീഡിയോ അങ്ങനത്തെ ഒരു ക്ലിപ്പ് എന്താ കണ്ടിട്ടുണ്ടായിരുന്നു. പോകുന്നുണ്ടോ ജിമ്മിന്? പോകുന്നുണ്ടോ? ജിമ്മിന് പോകുന്നില്ല, എക്സസൈസും കാര്യങ്ങളിലും ഫുഡ് കൺട്രോൾ. അവര് ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതെ, 3 ആൾക്കാരാണ്. ഒരു ഡോക്ടറും 2 ജിമ്മില് 2 ചേച്ചി, അങ്ങനെ 3 ആൾക്കാരാണ്. എന്ത് കഴിച്ചാലും ഫോട്ടോ അയച്ചു കൊടുക്കണം. മനസ്സിലായി. നമ്മള് ഈ ഫോണിൽ കൂടെ ഓൺലൈൻ വഴിയുള്ള. ഞാൻ ചേട്ടൻ അവിടെ ഉള്ള ജിമ്മിൽ ഇല്ല. അപ്പൊ അത് 1 മാസം കൊണ്ട് ഏകദേശം 10 കിലോ കുറച്ചിട്ടുണ്ട്. 10 കിലോ കുറഞ്ഞല്ലോ 1 മാസം കൊണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ ലോയിഡ് സാറിനെ ഞാൻ അത് കണ്ടപ്പോ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് വിചാരിച്ചു. എല്ലാം ഭാഗ്യാണ്. പോയി ഫോട്ടോ കൊടുത്ത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെ കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. അതും ഇത്ര വലിയൊരു ഡയറക്ടർ. ആ വീട്ടില് കറക്റ്റ് 2ാം നിലയിലാണ് ആൾ താമസിക്കുന്നത്. നേരെ വീട്ടിൽ പോയി 2ാം നിലയിൽ, അല്ലെങ്കിൽ ഒരിക്കലും കാണുന്ന സെക്യൂരിറ്റി ഉണ്ടാവും. ഉള്ളിക്ക് ഇല്ല, വീട്ടിൽ പോയതാ. വീട്ടിൽ പോയി കണ്ടാണ്. അപ്പൊ വീട്ടിന്റെ മുന്നിൽ ഒരു പയ്യനിരിക്കണോ ഇവിടെ ഉണ്ടാ ചോദിച്ചപ്പോ ഞാൻ സാർ ഇരിക്കാ ഉമ്മ சொல்லு പൊയ് சொல்லாத അമ്മ സത്യമ്മ ഇറുക്ക് തമ്പി കവലപ്പെടാത്തപ്പോ അങ്ങനെ ഞാൻ കൂട്ടുകാരനൊക്കെ വിളിച്ചിട്ട് നോക്കുമ്പോ ആ മുകളിലെ ഗ്രില്ലേ കൂടെ ആ കറുത്ത ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഫോൺ ചെയ്ത് നിൽക്കണോ. അപ്പൊ ഞാൻ സാർ വണക്കം പറഞ്ഞു. സാറ് കൈകൊണ്ട് കടിച്ചിരിച്ചിട്ട് പോയി. പിന്നെ അങ്ങോട്ട് പറഞ്ഞ് പോയി. ഒരു 5 മിനിറ്റോളം സംസാരിച്ച് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെ കൊടുത്ത് സംസാരിച്ച് ഭയങ്കര ഒരു ഇതായിരുന്നു. എന്നിട്ട് ഫോട്ടോ കൊടുത്തു. പാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സാറ് വിളിക്കാൻ പറഞ്ഞു. സാറ് വിളിക്കുക. അതിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ ഞാൻ അന്ന് ആ പിക്ക് കണ്ടപ്പോ അയ്യോ ഇത് എന്തായാലും സെറ്റ് ആവുന്നുണ്ടാവല്ലേ. ഇപ്പൊ അങ്ങനെ കാണും നമ്മളിങ്ങനെ ഫസ്റ്റ് കാണുമ്പോ പിന്നെ ഈ എന്താണ് ഇപ്പൊ ഞാനിപ്പോ സ്റ്റാർട്ടിങ് വിചാരിച്ചത്. അതായത് ഇങ്ങനെ കാരണം കുറെ പേര് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇത് അടിച്ചിട്ട് ഇതേപോലെ ഓവറായിട്ട് ഇങ്ങനെ ഇതാക്കുന്നത്. അപ്പൊ എന്താ ഈ ഇതേപോലെ പിന്നെ നമ്മളിങ്ങനെ പിന്നെ കണ്ട് ഓരോ റീൽസ് കാണുമ്പോ പിന്നെ ആ ഒരു ഇത് ചുമ്മാ അല്ല, അല്ലെങ്കിൽ അത്ര ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് കാണുമ്പോ നമുക്കും ഇങ്ങനെ കുറെ ആയിരിക്കും ഈ ചേട്ടന്ന് കണ്ടിരുന്നെങ്കിൽ ആ ആഗ്രഹം ഒന്നും സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം എല്ലാവർക്കും വൈറലാകാൻ വേണ്ടിട്ടാണ്. കാരണം കുറെ പേര് പല രീതിയിലും പലതും ചെയ്യുന്നുണ്ട് ഈ വൈറലാകാൻ വേണ്ടിട്ട് ഓരോന്നും തട്ടിട്ട്. അപ്പൊ അങ്ങനെ ആവുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇപ്പൊ മറ്റേ നനച്ച വണ്ടി ഡയലോഗ് നല്ല കത്തി കയറി ഹിറ്റായി. പ്ലാൻ ചെയ്ത ഡയലോഗ് ഒന്നുമല്ല. അപ്പൊ അറിയാണ്ടൊരു അബദ്ധം പറ്റി. പക്ഷെ അത് അബദ്ധം പോസിറ്റീവായിട്ട് നമുക്ക് തന്നെ അത് നല്ല രീതിയിൽ ഗുണം ചെയ്ത്. അതാണ് കള്ള ട്രെയിനില് കേറിയിട്ടുണ്ട്. കാശില്ലാത്തവരെ ട്രെയിനിൽ കയറി അതേ ട്രെയിനിൽ ഇരിക്കാൻ പറ്റാതെ നിലത്ത് കിടന്നു കൊതുക് കടി കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയ ഉണ്ണിക്കണ്ണൻ ഇന്ന് മെട്രോ ട്രെയിനിൽ വരെ ആ ഡയലോഗ് എടുത്തിട്ടെങ്കിൽ പിന്നെ അതേ ട്രെയിനിൽ AC കിടന്നും ട്രെയിനിൽ തിരുവനന്തപുരം വരെ പോയെങ്കിലും അത് എന്നോ എഴുതി വെച്ചൊരു നിയോഗങ്ങളാണ്. BMA കയറിയിട്ട് ഇതിന്റെ പവർ മനസ്സിലായില്ലല്ലോ. ഇതിന്റെ പവർ എടുത്തില്ലല്ലോ. അങ്ങനെ പോകാൻ പറ്റില്ല. അങ്ങനെ ഇങ്ങനെ പോകാൻ പറ്റും. ഇത്രയും ഇതിലാവല്ല. പക്ഷെ എന്താന്ന് വെച്ചാല് നമ്മളെ കാല് കൊടുക്കുമ്പോ പെട്ടെന്ന് കേട്ടോ സ്പീഡിൽ പോയി മറ്റേ ഇതാകല്ല ക്യാമറ അടിക്കോ. നമ്മൾ ഇത്ര സ്പീഡിൽ പോകാൻ പാടില്ല. നോർമലി സാധാരണ പോവാറ്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ ആഗ്രഹം തോന്നുമ്പോ അതിനെ കൊടുക്കും. അപ്പൊ ഇത് ബെൻസും BMW മാത്രം ഇത്ര ഇതിൽ പോകുള്ളൂ. ഇത്ര സ്പീഡ് റോൾസ് റോയ്സ് ഒക്കെ ഇല്ല. അങ്ങനെ കുറച്ച് അത്യാവശ്യം വില കൂടിയ വണ്ടികളൊക്കെ അത്യാവശ്യം സ്പീഡിൽ പോകും. അതായത് ഓരോ വണ്ടിക്ക് ഓരോ പവർ ഉണ്ട്. അപ്പൊ പവറിലെ വണ്ടികൾ എല്ലാം പോകും. ഇത് അത്യാവശ്യം പവർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ കാലെടുക്കും. ഇതിപ്പോ നോർമല് പോകുന്നത്. ഈ നോർമല് പോകുന്നപ്പോ പെട്ടെന്ന് ഇല്ലേ ഇങ്ങനെ പിന്നിലോട്ട് ഇങ്ങനെ വലിഞ്ഞ് പോകും. നമ്മളങ്ങനെ വയറൊരു ഒരു കുളിരോ. അപ്പൊ ഇത് കേരളത്തിൽ എവിടെ ഇത്ര സ്പീഡിൽ പോകാൻ പറ്റില്ല. പുറത്ത് പോയാൽ മാത്രം പറ്റുള്ളൂ അല്ലേ. ഇപ്പൊ ഇവിടെ ഒന്നും ഇപ്പൊ പോയ റോഡിൽ കുഴപ്പമില്ല. ഇവിടെ ഇപ്പൊ 110 സ്പീഡ് ലിമിറ്റ്. അപ്പൊ അത്രയും പോകുന്നില്ല. നമ്മളിപ്പോ പതുക്കെ പോയിട്ട് പെട്ടെന്ന് കുറച്ചു നേരത്തേക്ക് മാത്രം ഒന്ന് സ്പീഡ് എടുക്കുന്ന മാത്രം. ഡ്രൈവർ സീറ്റ് ഇരിക്കാനല്ലേ ബാക്കിൽ വെച്ചിട്ട് ഇരിക്കാം ചേട്ടൻ. അതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഇതല്ല ഇങ്ങനെ വണ്ടിയിൽ ഇരുന്ന് ഫ്രണ്ടിൽ ഇവിടെ ഇരുന്നിട്ട് എടുക്കാനല്ലേ വീഡിയോ എടുക്കാനല്ലേ അതൊക്കെ എടുത്തു. ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് ഒരു വിഷയം ഉണ്ടായിരുന്നു. ഒരാൾ ഇങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ വണ്ടി ഓടിക്കാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്
അപ്പൊ അതന്നെ അന്ന് കുറെ ഹീറ്റും ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് നമ്മുടെ ഒരു വണ്ടി നമ്മള് വിശ്വസിച്ച് കാണുന്നതിന് ഇരിക്കുന്നതിന് വീഡിയോ എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മള് വിശ്വസിച്ച് നമുക്ക് ഒരാൾക്ക് കൊടുക്കുന്ന ഇത് വെച്ച് നമ്മള് അല്ല ചേട്ടനാരില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറൊരാൾ ഇതേപോലെ ചോദിച്ചിട്ടേ ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി ഓടിക്കാൻ തരാൻ പേടിയാന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞിട്ട് തന്നെ അന്ന് കുറെ പ്രശ്നങ്ങളും ഹീറ്റും എനിക്ക് കൊടുക്കാൻ പറ്റില്ല ചാടയെന്നൊക്കെ പറഞ്ഞു. കാരണം നമ്മുടെ ഒരു വണ്ടി നമുക്ക് വിശ്വാസമുള്ള ആൾക്ക് ഓടിക്കാൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷയുള്ള ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പേടി ഉണ്ടാവും കൊടുക്കാൻ. ജസ്റ്റ് പറഞ്ഞു എനിക്ക് പേടിയാണ്, ഓടിക്കാൻ തരാൻ പേടിയാണ്, വണ്ടിയിൽ ഇരുന്നോ വീഡിയോ എടുത്തോളം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഫോണാണെങ്കിലും നമ്മുടെ ക്യാമറ ആണെങ്കിലും നമ്മുടെ വണ്ടി ആണെങ്കിലും ഇപ്പൊ നമ്മളത് അത്രയും ഇതായിട്ട് നമ്മൾ അത്ര ഇതാക്കിയിട്ട് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുമ്പോ നമുക്ക് മനസ്സൊരു ഇതായിരിക്കും. നമുക്ക് അത്രയും വിശ്വാസമുള്ള നമ്മളിപ്പോ ഒന്നും ഡ്രൈവ് ചെയ്യുന്ന ആള് നമുക്ക് അവരുടെ ഡ്രൈവിംഗ് ഇതൊക്കെ അറിയുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഒരു അങ്ങനെ ഓടിച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരാളിങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പേടിണ്ടാവും. ഞാൻ അന്ന് അത്രേ പറഞ്ഞുള്ളൂ, എനിക്ക് പേടിയാണ് തരാന്, വേണമെങ്കിൽ വണ്ടിയിൽ ഇരുന്ന ഫോട്ടോ എടുത്തോ എന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതന്നെ അന്ന് അവരുടെ ആൾക്കാരൊക്കെ വന്നിട്ട് എനിക്ക് ഭയങ്കര ചാടൊരു വണ്ടി കൊടുക്കാൻ പറ്റില്ല അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉള്ള വിഷയമായിരുന്നു. പക്ഷെ അങ്ങനെ ഫോട്ടോ എടുക്കുന്നതിന് കയറുന്നതിന് അങ്ങനെ ഇപ്പൊ ആരെയൊക്കെ വന്നിട്ട് എന്നോട് ചോദിക്കാറുണ്ട് അപ്പൊ വണ്ടിയിൽ കയറി നോട്ടെ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കട്ടെ വണ്ടിപ്പം ഫോട്ടോ എടുക്കട്ടെ ഞാൻ എടുത്തോ എന്നൊക്കെ പറയാറുണ്ട്. കാരണം അതിനൊന്നും കുഴപ്പമില്ല. അതായത് നമ്മളും ഇതേപോലെ പണ്ട് എപ്പോഴൊക്കെ ഒന്ന് ആഗ്രഹിച്ചാണ് ഈ വണ്ടി ഇതേപോലെ വണ്ടി ജസ്റ്റ് കയറണം പോകണം എന്നൊക്കെ. അപ്പൊ നമ്മൾ ആഗ്രഹിച്ച് നമ്മളെടുത്തപ്പോ നമുക്കറിയാതെ ഇതേപോലെ ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇതേപോലെ ഓടിക്കാൻ കൊടുക്കാനൊക്കെ സത്യം പറയാൻ എനിക്ക് ഇപ്പോഴും പേടിയാണ്. അതായത് നമുക്ക് വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും മറ്റൊരാളുടെ വണ്ടി പോയി ചോദിക്കുമ്പോൾ നമുക്ക് അത്ര അതിനെ കുറിച്ച് അറിയണം. അല്ലെങ്കിൽ ഇപ്പോ നമ്മളിപ്പോ ഇപ്പൊ എന്റെ ഈ വണ്ടി ഞാനിപ്പോ ഈ വണ്ടിയിൽ ഞാൻ എങ്ങനെ വേണമെങ്കിലും പോകും. അതായത് എത്ര സ്പീഡിലാണെങ്കിലും ഇതിന്റെ ടോപ്പ് സ്പീഡിൽ എത്ര ഇതാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഞാൻ ഈ വണ്ടി ഓടിക്കും. പക്ഷെ സെയിം ടൈം ഞാൻ ഇപ്പൊ വേറൊരാളുടെ ഒരു കാർ എടുക്കാന്നുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ പേടിയാണ്. അതായത് ഇത്ര സ്പീഡിൽ പോകാൻ ഞാനപ്പോ അതിൽ പതുക്കെ നോർമൽ ഇതിലേ പോകുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ വണ്ടിയാണെങ്കിൽ നമ്മൾ ഓടിക്കുമ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോ തട്ടിയാലും മുട്ടിയാലും ഒക്കെ നമ്മുടെ തന്നെയാണ് നമ്മൾ തന്നെ നോക്കുക. നമ്മൾ വേറെ ആളുടെ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ അത്രയും സൂക്ഷിച്ചും കണ്ടൊക്കെ ഓടിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അമ്മന്റെ വീട്ടിൽ പോയപ്പോ മാമന്റെ മകള് പറഞ്ഞു കണ്ണേട്ടാ എന്താണ് സ്കൂട്ടി എടുത്തിട്ട് പാല് വാങ്ങിയിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എടുക്കില്ല പറഞ്ഞു. ഞാൻ ഏകദേശം 1 വർഷമായിട്ട് എൻ്റെ രണ്ടാമത്തെ ആളിന്റെ സ്കൂട്ടി ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പഠിച്ചാണ്. അപ്പൊ ഞാനത് ഏകദേശം 1 വർഷമായി. ആ പാല് വാങ്ങിട്ട് എങ്ങനെയെങ്കിലും ആ വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അത് മാമന്റെ വണ്ടിയാണ്. അപ്പൊ ആരിന്റെ വണ്ടിയാണ്. അവരത് അത്ര ഇതില് സൂക്ഷിച്ചു നോക്കുമ്പോ എന്തെങ്കിലും ഒരു സ്ക്രാച്ച് പറ്റിയത് ആരാണെങ്കിലും അവരുടെ മനസ്സൊന്നും. അപ്പൊ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞാലും അവർക്ക് അത് ശരി. അത് ആ വണ്ടി അത്രയും കഷ്ടപ്പെട്ട് ഏത് വണ്ടി ആയിക്കോട്ടെ ഏത് ബൈക്ക് ആയിക്കോട്ടെ ഒരു സൈക്കിൾ ആണെങ്കിൽ പോലും അവർ അത്ര ആഗ്രഹിച്ച് വാങ്ങിയിട്ട് നമ്മള് അതിൽ എന്തെങ്കിലും താഴെ വീണ സ്ക്രാച്ച് ആയാൽ പോലും അവര് കുഴപ്പമില്ല പറഞ്ഞ അവരുടെ മനസ്സിലുണ്ടാവും. അപ്പൊ എനിക്കറിയില്ല പറഞ്ഞു. അതാകുമ്പോ ഒരു കുഴപ്പമില്ല. ദൈവം എന്തെങ്കിലും എനിക്കൊരു നല്ലൊരു ജീവിതം അത് പറഞ്ഞ ഒരുപാട് ഇതല്ല ഒരു ജീവിതം തരികയാണെങ്കിൽ കുറച്ച് ആൾക്കാരിനെങ്കിലും എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഒരു ചെറിയൊരു ടൂറ് അത് കൊണ്ടുപോകുന്ന ഒരു ആഗ്രഹം കൊണ്ട് ദൈവം തരികയാണെങ്കിൽ എൻ്റെ യൂട്യൂബിലൊക്കെ എല്ലാവരും കണ്ട് എന്നെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ കുറച്ച് പേരിനെ വയസ്സായ ആൾക്കാരിനെ വയ്യാത്ത കുട്ടികളിലെ പാവപ്പെട്ടവരിനെ അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നൊരു ആഗ്രഹം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല, ദൈവവും ഞങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യണേ. കുറച്ച് പേരിനെ ടൂറായിട്ടും അവർക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ 2-3 പ്രാവശ്യം എന്നെ ഇന്നാളെ ഒരാൾ വിളിച്ചിട്ട് ഡൽഹിയിലാണ് പറഞ്ഞു പ്ലെയിനിലാണ് പോണത്. ഞാൻ അപ്പോഴും എനിക്ക് അറിയാം ഒരു എയർ ഓയിലിനാണ്. പിന്നെ വേറെ 1-2 കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്.